നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബാബർ ചക്രവർത്തിയെക്കുറിച്ച് പറയണം. ബാബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരായിരുന്നു? ബാബർ ആയിരുന്നു. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ചക്രവർത്തി. ബാബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടത്തുകയും ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1526 ഏപ്രിൽ 21 ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടത്തുകയും ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്വത്തിന് അടിത്തറ പാകുകയും ചെയ്തു. കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ബാബർ ജനിച്ച വർഷം 1483 ബാബർ ചക്രവർത്തി ജനിച്ചത്. 1483 അതുപോലെ ബാബർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബാബർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? എന്താണ് ബാബർ എന്ന വാക്കിന്റെ അർത്ഥം? സിംഹമെന്നാണ്. ബാബർ എന്ന വാക്കിന്റെ അർത്ഥം സിംഹമെന്നാണ്. അതുപോലെ പാദിഷ എന്നും അതുപോലെ ഖാസി എന്നും പേരിൽ അറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. പാദിഷ എന്നറിയപ്പെടുന്നു. ആൻസർ മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. അതുപോലെ ഖാസി എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആര് തന്നെയാണ്? ബാബർ ചക്രവർത്തിയാണ്. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പേർഷ്യൻ കവിയായിരുന്നു. അതുപോലെ ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്നു. കലയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ നിപുണതയുള്ള ഒരു മുഗൾ ചക്രവർത്തി കൂടിയായിരുന്നു ആര്? ബാബർ ചക്രവർത്തി. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ബാബർ ചക്രവർത്തി. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബാബർ ചക്രവർത്തി ആയിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ പീരങ്കി ആദ്യമായിട്ട് ഈ പീരങ്കികളുടെ ഉപയോഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. ബാബർ ചക്രവർത്തിയാണ് ആദ്യമായിട്ട് പീരങ്കി ഉപയോഗിച്ചത്. കേട്ടോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പീരങ്കി ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ ബാബർ ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പീരങ്കികളുടെ ഉപയോഗം ആരംഭിച്ച മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ആൻസർ ബാബർ ചക്രവർത്തിയാണ്. അതുപോലെ റോസാച്ചെടി ഇന്ത്യയിൽ കൊണ്ടുവന്ന മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. റോസാച്ചെടി ഇന്ത്യയിൽ കൊണ്ടുവന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബാബർ ചക്രവർത്തി ആയിരുന്നു. അതുപോലെ ബാബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാബറി മസ്ജിദ് പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് പണികഴിപ്പിച്ചതാണ് ബാബർ ചക്രവർത്തിയാണ്. കേട്ടോ, കാബൂളിബാഗ് മോസ്ക് പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആര് തന്നെയാണ്? ബാബർ ചക്രവർത്തി തന്നെയാണ്. കേട്ടോ, കാബൂളിൽ ഒരു മോസ്ക് ആര് പണികഴിപ്പിക്കുകയുണ്ടായി? ബാബർ ചക്രവർത്തി പണികഴിപ്പിക്കുകയുണ്ടായി. അതുപോലെ ബാബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആത്മകഥ എഴുതിയ ആദ്യത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. അതുപോലെ ബാബർ ചക്രവർത്തിയുടെ ആത്മകഥ ഏതാണ്? തുസൂക്കി ബാബറിയിൽ പരാമർശിക്കുന്ന ഏക ഇന്ത്യൻ രാജവംശം ഏതാണെന്ന് അറിയാമോ? ഒരു ഇന്ത്യൻ നാട്ടുരാജ്യത്തെ കുറിച്ചൊക്കെ ബാബർ ചക്രവർത്തിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ബാബറുടെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. എവിടെ പരാമർശിക്കുന്നുണ്ട്? ബാബറുടെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. ബാബറുടെ ആത്മകഥ ഏതാണ്? തുസൂക്കി ബാബറി. ആരുടെ ആത്മകഥയാണ്? ബാബറുടെ ആത്മകഥയാണ്. അതുപോലെ ബാബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ 1527 കൻഹ യുദ്ധം നടത്തുകയും റാണാസിംഹനുമായി കൻഹ യുദ്ധം നടത്തിയ മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. അതുപോലെ തന്നെ 1528 ചന്ദേരി യുദ്ധം, മേദിനി റാവുമായിട്ട് ചന്ദേരി യുദ്ധം ആര് നടത്തുകയുണ്ടായി? ബാബർ ചക്രവർത്തി നടത്തുകയുണ്ടായി. അതുപോലെ ബാബർ ചക്രവർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
ബാബർ ചക്രവർത്തിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദൗലത്ത് ഖാൻ ലോധിയാണ്. ബാബർ ചക്രവർത്തിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതാരാണ്? ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതാരാണ്? ദൗലത്ത് ഖാൻ ലോധിയാണ്. ബാബറുടെ ശവകുടീരം എവിടെയാണ്? ബാബറുടെ ശവകുടീരം എവിടെയാണ്? കാബൂൾ. എവിടെയാണ്? കാബൂൾ. ബാബറുടെ ശവകുടീരം കാബൂളിലാണ്. കാബൂൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. 1526 മുതൽ 1707 വരെയുള്ള കാലഘട്ടമാണ് മുഗൾ സാമ്രാജ്യ കാലഘട്ടം. ബാബർ ഭരിച്ചത് ബാബർ 1526 മുതൽ 1530 വരെ എന്ത് ചെയ്തു? അധികാരത്തിൽ 4 വർഷമാണ് ബാബർ മുഗൾ ചക്രവർത്തിയായിട്ട് അധികാരത്തിൽ ഇരുന്നത്. ബാബറുടെ പിൻഗാമിയായിരുന്നു ആര്? ബാബറുടെ മകനാണ് ഹുമയൂൺ. അടുത്ത മുഗൾ ചക്രവർത്തിയായിട്ട് വരുന്നത് ഹുമയൂണാണ്. ബാബർക്ക് ശേഷം മുഗൾ ചക്രവർത്തിയായിട്ട് വരുന്നത് ആരാണ്? ഹുമയൂണാണ്. അതുപോലെ ബാബർ തിമൂറിൻ്റെ പിന്തുടർച്ചക്കാരാണ്. തിമൂറിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് വരുന്നവരാണ് ആര്? ബാബർ ചക്രവർത്തി. അതുപോലെ ബാബർ ചക്രവർത്തിയെക്കുറിച്ച് പറയുക, അതുപോലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഒരു മുസ്ലിം സാമ്രാജ്യമാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുസ്ലിം സാമ്രാജ്യമായിരുന്നു ഏത്? മുഗൾ സാമ്രാജ്യം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ബാബർ ചക്രവർത്തിയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതകൾ ഏറിയതാണ്. അതുപോലെ ബാബർ ചക്രവർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പള്ളികളും മറ്റും പണിയുന്നതിന് അംബാനിയായിലെ ശില്പി സിനനിനെ ഏർപ്പാട് ചെയ്ത മുഗൾ ചക്രവർത്തി. ഇന്ത്യയിൽ പള്ളികളും മറ്റും പണിയുന്നതിന് അംബാനിയായിലെ ശില്പി സിനനിനെ ഏർപ്പാട് ചെയ്ത മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ ചക്രവർത്തിയാണ്.